വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് സാമ്പാർ വെച്ചെടുത്താലോ. അതിനകത്ത് ഞാൻ ചെമ്പടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ചേനയുണ്ട്, പച്ചക്കായുണ്ട്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വെള്ളരി, ഒരു കഷ്ണം കുമ്പളങ്ങയുണ്ട്, മുരിങ്ങക്കായ്, ചേന, ഇത്രയും സാധനങ്ങൾ മുറിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ്, ചേന, പച്ചക്കായ്, കുറച്ച് ബീൻസ് ഉണ്ട്, പടവലങ്ങയുണ്ട്. നിങ്ങളടുത്ത് എന്തൊക്കെ പച്ചക്കറി ഉള്ള വെച്ചാൽ അതൊക്കെ ഇട്ടിട്ട് നന്നായി മുറിച്ചാൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളകിൻ്റെ പൊടി ചേർക്കാം, കുറച്ച് മഞ്ഞളുടെ പൊടി ചേർക്കാം, അതുപോലെ ഉപ്പിട്ട് നമുക്കിത് നന്നായി ഇളക്കി ചേർത്തെടുക്കാം. വെണ്ടയ്ക്ക ഉണ്ട്, അത് ലാസ്റ്റ് ഇട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കി ചേർത്തെടുക്കാം. അപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ഓയിലിട്ടിട്ട് നന്നായി തന്നെ ഇളക്കിയെടുക്കാം. അത് പരിപ്പ് വേവിപ്പിച്ച് വെച്ചതാണ്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പച്ചക്കറിയും പരിപ്പും എല്ലാം ഒരുമിച്ച് കിടന്ന് വേവട്ടെ. കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തതാണ്. അതെന്തുകൊണ്ട് വെച്ചാൽ ഈ എണ്ണയിൽ വാടിയുണ്ട്, പിന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട വെച്ചിട്ടാണ്. പച്ചക്കറി കല്ലിച്ച് കൊടുക്കാവില്ല. ഇതിലിരുന്ന് നന്നായി വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കാം. വറുത്തരച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും സാമ്പാർ. പച്ചക്കറി വേവട്ടെ. തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾ ഇട്ടെടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം, നാല് വെളുത്തുള്ളി ഇട്ടെടുക്കാം. അതിലൊന്നുമില്ല, വെളുത്തുള്ളി, അതുപോലെ ചെറുള്ളി, കുറച്ച് കടുക്, കുറച്ച് ഉലുവ, അര ടീസ്പൂൺ പെരുംജീരകം, അര ടീസ്പൂൺ നല്ല ജീരകം. ഇതെല്ലാം നമുക്ക് ഒന്നിച്ചിട്ട് വറുത്തെടുക്കാം. പിന്നെ മുളക് നമ്മൾ ആദ്യം ഇട്ടെടുത്തുകൊണ്ട് കുറച്ച് മുളക് ഇട്ടെടുത്താൽ മതി, കുറച്ച് മഞ്ഞളിൻ്റെ പൊടി ഒക്കെ കുറേശ്ശെ ഉണ്ടാകും. നമ്മൾ ആദ്യം പച്ചക്കറി വേവിപ്പിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, തേങ്ങ, 1 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. നന്നായി ഇളക്കി വറുത്തെടുക്കാം. വറുത്തരച്ച സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചൂടാറിയിട്ടുണ്ട്, നമുക്കിത് അരച്ചെടുക്കാം. ഈ രീതിയിൽ വറുത്തെടുത്താൽ മതി. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതിൽ കുറച്ച് കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും കായമാണ് വറുത്തെടുത്താണ്. അത് നമുക്ക് ആ തേങ്ങ വറുക്കുമ്പോൾ തന്നെ അതിൽ ഇട്ട് കൊടുക്കാം. അത് എന്നോട് പെട്ടെന്ന് വിട്ടുപോയതാണ്, എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതും കൂടി ചേർത്ത് അരച്ചെടുക്കാം. നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി ചേർക്കാം.
കുറച്ചിടാനുണ്ട്. വെണ്ടക്ക വാട്ടിയെടുത്താണ്. ഉപ്പിൻ്റെ കുറച്ച് കുറവുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഉപ്പിട്ടെടുക്കുക കുറച്ച്. ഇനി ഇതൊന്ന് പതിച്ച് വന്ന് നമുക്ക് ചട്ടി വെച്ചെടുക്കാം. നല്ല സാമ്പാറായിട്ടുണ്ട്. കുറച്ചുകൂടി കായൊക്കെ എടുക്കണം. കായം പൊടിയാണ്. ഇനി ഇതൊന്ന് പതക്കട്ടെ. ഇതൊക്കെ നന്നായി പതിച്ചെല്ലാം വന്ന് സാമ്പാർ അടിപൊളിയായിട്ട്. അതിന് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ കുറച്ച് കടുക്, കറിവേപ്പില, മുളക് ഇത് പൊട്ടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു സാമ്പാർ വെച്ചൊക്കെ തേങ്ങ വറുത്തരച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മളിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കഷ്ണക്കണൊക്കെ നല്ല ഭംഗിയിൽ മുറിച്ചാൽ നല്ല ഉണ്ടാവും സാമ്പാർ. നമ്മൾ സാമ്പാർ ഒരു പാത്രം കൂടി വെച്ചിട്ടുണ്ട്. സാമ്പാർ ഇതിലേക്ക് വയ്ക്കാം. ഓണമൊക്കെ വരെയല്ലേ, നിങ്ങൾ സാമ്പാർ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് വയ്ക്കുക. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് സാമ്പാർ വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. എല്ലാം കണക്കാക്കി എടുത്താൽ മതി. അപ്പോൾ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറേ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ ചണ്ടി വിലയിൽ പോകും. ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചൊക്കെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.